നിനക്കോ? ചെറുതായിട്ട് ടെൻഷനായി പോയി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിതേ എവിടെ എത്തിയിരിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായ വലിയ കാര്യത്തിൽ തമ്മിലൊക്കെ ഇട്ടിട്ട് ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാന്ന് എനിക്കറിയാം. നമ്മൾ ജഡായി പാറയിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അത് നല്ല നട്ടുച്ച വെയിലൊക്കെ ഉള്ള കാരണമായിട്ട് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ പാർക്കിംഗ് നമ്മുടെ കഴിഞ്ഞു. ഇവിടെ വലിയൊരു പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് ചാർജ് 40 റുപ്പീസാണ്. അപ്പോൾ നമ്മുടെ മാമ, മെൻ, ഐസു എല്ലാവരുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോണേക്കാളും മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ടിക്കറ്റ് ചാർജ് വരുന്നത് 525 റോപ്പ് വേ കൂടിയിട്ട്. അല്ലെങ്കിൽ റോപ്പ് വേ ഇല്ലാന്നുണ്ടെങ്കിൽ 325 തരണേ. എന്തായാലും പാപ്പ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് വെയിലത്തിന് എന്തായാലും മാറി നിന്ന് സൂക്ഷിക്കാം. നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും അകത്തോട്ട് കയറ്റില്ല. പിന്നെ വേറെന്തോ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോടി എടി, വേറെന്തോ പറഞ്ഞില്ല, പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലാണ്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞില്ല. ജീപേ മാത്രം പറ്റുള്ളൂ, ക്യാഷ് പറ്റില്ല കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. റോപ്പേ അല്ലേ, റോപ്പേ വഴിയാണ് പോണത്. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞി ക്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ AC ആയതുകൊണ്ട് നല്ല സുഖമുണ്ട്. നമ്മളിത് ഇവിടെ നിന്നാണ് കയറാൻ പോണത്. ക്യൂ. ഇതിന്റെ സെറ്റപ്പ് എന്താന്ന് വെച്ചാലേ, ഇവിടെ നമ്മള് നിക്കണ സമയത്ത് കേറണം, അല്ലെങ്കിൽ അത് ക്യാബിന് അതിന്റെ പാട്ടിന് പോകും. പേടിയുണ്ടാ? പേടിയുണ്ട്. നിനക്കോ? ചെറുതായിട്ട് പേടിയുണ്ട്. റണ്ണിങ്ങിൽ കയറണം. ഓടിക്കേറിയില്ലെങ്കിൽ എന്താ അവസ്ഥ? ബസ് സ്ഥലം വിട്ട് പോകും. ഇവിടെ കിടക്കും, നീ അഴിഞ്ഞു വന്നാൽ മതി. അവിടെ നമ്മുടെ കേറാനുള്ള ക്യാബിൻസ് വരുന്നുണ്ട്. ടെൻഷനായി പോയി. നമ്മുടെ ഡോറൊക്കെ അടച്ചിരിക്കുന്നു. സ്റ്റെപ്പ് കയറി വരണവര് ഈ വഴിയാ വരണത്. കണ്ട കുഴപ്പമില്ല, ഞാനാ ഫസ്റ്റ് ഇറങ്ങുക. കേറിപ്പോ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എനിക്കറിയണ്ടായിരുന്നു ഞാൻ അവസാനം. എനിക്കത് അറിയണ്ടായിരുന്നില്ല. ആണെങ്കിൽ നേരത്തെ ഫസ്റ്റ് എല്ലാരും റെഡി ആയിട്ട് നിന്നോ, അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ അതിന്റെ പാട്ടിനും ക്യാബിൻ കിടു. ആയ് മാമ, അതെ അമ്മ. റൗണ്ട് അടിക്കാണ് പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയ ചായക്കട പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. എന്താല്ലേ ഇത്രയും മേലെ വന്നിട്ട് ഒരു ചായ ഒക്കെ കുടിക്കാന്ന് പറഞ്ഞേ, അടിപൊളിയാണ്. ഇവിടെ നമ്മൾ നേരെ ഒരു റൗണ്ട് ഇട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു വട്ടം വെക്കാം, എന്നിട്ട് തിരിച്ച് നമ്മൾ ക്യാബിൻ വഴി തന്നെയാണ് പോണത്. അവിടെ എന്നിട്ടാ പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് കണ്ടില്ലേ? കണ്ടോ? ഓ, ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കാണാൻ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ടെമ്പിള് കാണാം. ഷോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യാട്ടോ. ഇവിടെ ഒരു പ്രത്യേക തരം കാറ്റ്, വല്ലാത്തൊരു കാറ്റ്. ഇവിടെയാണ് ശരിക്കും ഭയങ്കര കാറ്റ്. കൂടി കാണിച്ചത് കണ്ടാ, തൊപ്പിടുമ്പോ നിങ്ങൾ അറിയാനില്ല, നല്ല കാറ്റിടും, നല്ല തണുത്ത കാറ്റ്. അപ്പൊ ഇതാണ് ശ്രീ കോതാന്തര രാമക്ഷേത്രോട്ടാ. ഇവിടുന്ന് നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ ആ 3 കുരങ്ങന്മാര്, അവിടെ കുറച്ച് കുരങ്ങന്മാര് അവിടെ നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ വ്യൂ, ഈ ക്ഷേത്രവും നല്ലൊരു ആംബിയൻസും ഒക്കെ ആട്ടോ. നമ്മളിതൊക്കെ ചുറ്റി കണ്ടു. ഇനി നേരെ
തിരിച്ചു പോവാണ്. അവര് വന്നില്ല ഗൈസ്, നേഹിയും ആകാശും ശ്രേയൊന്നും വന്നില്ല, അവിടെ കുത്തിരുന്നു. നമുക്ക് ഇറങ്ങാം ഗായ്സ്. ആ വെറുതോട് കൂടി നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നമ്മളെല്ലാം പെട്ടെന്ന് ചുറ്റി കണ്ടു. പിന്നെ ആകാശിന് ബസ്സിൽ പോവാനുള്ള കാരണമാണ് നമ്മൾ വേഗം അവസാനിപ്പിക്കണം കേട്ടോ. ഇനി നേരെ നമ്മളാ കേറിയ സാധനത്തിന് എന്നിട്ട് ക്യാബിനാ റോപ്പ് വേ, എനിക്ക് അതിനെന്തോ ക്യാബിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കയറി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ നമ്മൾ വർക്കലയിൽ വെച്ചിട്ടായിരിക്കും കാണുക. അപ്പോൾ നാളത്തെ വീഡിയോ വഴിയിടാം.